രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമാണ്. അതിനെ സംബന്ധിച്ച് ആ രാജ്യം തീരുമാനമെടുക്കട്ടെ. കോടതിയുടെ നിർദ്ദേശപ്രകാരം സർക്കാർ നടപടികളിലേക്ക് നീങ്ങുമ്പോഴുണ്ടായ പ്രശ്നമാണ് നാം ചോദിക്കുന്നത്. സംവരണത്തിന്റെ വിഷയത്തിൽ അവിടെ പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭത്തിൽ അവിടുത്തെ പാവപ്പെട്ട ന്യൂനപക്ഷ സമൂഹം എന്ത് തെറ്റാണ് ചെയ്തത്? 47 സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഉണ്ടാകുമ്പോൾ, അതിനുശേഷം ബംഗ്ലാദേശ് ഉണ്ടാകുമ്പോൾ 44% അവിടുത്തെ ന്യൂനപക്ഷം. ആ 44% നിന്ന് ഇപ്പോൾ ഏതാണ്ട് 8% അവർ ചുരുങ്ങിയിരിക്കുന്നു. അതിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. അതിൽ ചെറിയ ശതമാനമാണ് ബുദ്ധ വിഭാഗമുള്ളത്. അതിൽ ചെറിയ ശതമാനമാണ് ക്രിസ്ത്യൻ വിഭാഗമുള്ളത്. അവരെല്ലാവരും അവിടെ ന്യൂനപക്ഷങ്ങളാണ്. ആ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടതിന് പകരം ഈ സംവരണ പ്രക്ഷോഭത്തിന്റെ മറപറ്റി അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടികളാണ് അവിടെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്? ആരാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്? ആരാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? ഈ കേരളത്തിലും ഭാരതത്തിലുമെല്ലാം പ്രവർത്തിക്കുന്ന ലക്ഷണമൊത്ത ഭീകര സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടത്തെ ജമാഅത്തെ ഇസ്ലാമിയും അവിടത്തെ ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. മൗദൂദിയൻ ആശയങ്ങൾ പേറിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് അവരാണ് ഈ അക്രമം മുഴുവൻ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ ക്ഷേത്രങ്ങളാണ് തകർത്ത് തരിപ്പണമാക്കിയത്. എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർത്തു. എത്രയോ കടകൾ അഗ്നിക്കിരയാക്കി. എത്രയോ വ്യവസായ ശാലകൾ ഇല്ലാതാക്കി. എത്രയോ കുട്ടികളെ കൊന്നൊടുക്കി. എത്രയോ സ്ത്രീകൾ ക്രൂരമായി ബലാത്കാരം ചെയ്യപ്പെട്ടു. ഒരു രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിനും നേതൃത്വം കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളാണ്. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാം മതഭീകരവാദ ശക്തികളുടെ പിന്തുണയോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാഴികയ്ക്ക് 40 വട്ടം ഇവിടത്തെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ, ഇവിടത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാതോരാതെ പണിയെടുക്കുന്ന ആളുകൾ, ഇവിടത്തെ ഇടതു മുന്നണിയാവട്ടെ, ഇവിടത്തെ വലതു മുന്നണിയാവട്ടെ, ഇവിടത്തെ പ്രേമചന്ദ്രന്റെ പാർട്ടിയാവട്ടെ, അവരെല്ലാവരും ഇവിടത്തെ ന്യൂനപക്ഷത്തിന് വേണ്ടി നിലകൊള്ളുന്നു. എന്തുകൊണ്ട്? തൊട്ടപ്പുറത്ത് കിടക്കുന്ന ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തിനു വേണ്ടി ഒരക്ഷരം, അവർക്കൊരു സാന്ത്വന വാക്ക് കൊടുക്കാൻ ഒരക്ഷരം എന്തേ ഇവർ പറയാതിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കർഷക തൊഴിലാളി നേതാവായ, അവിടുത്തെ പ്രസ് ക്ലബിന്റെ സെക്രട്ടറി കൂടിയായ പ്രദീപ് കുമാർ ഭൌമിക് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അവിടെ കൊന്ന്, പ്രസ് ക്ലബിൽ കയറി വെട്ടിക്കൊന്ന് അവിടെ കെട്ടിത്തൂക്കി. ആ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ നാം കണ്ടു. ഒരു വിപ്ലവകാരിക്ക് സംഭവിച്ചതാണ്. എവിടെ ഇവിടുത്തെ വിപ്ലവകാരികൾ? എന്താ വിപ്ലവകാരികൾ മിണ്ടാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ ശബ്ദിക്കാത്തത്? 150 വർഷം പഴക്കമുള്ള ഒരു വീട്, ഗായകൻ, ആ ഗായകന്റെ വീട്ടിൽ കയറി ആ വീട് അഗ്നിക്കിരയാക്കി കളഞ്ഞു. സംഗീതജ്ഞൻ, കാരണം സംഗീതം അവർക്ക് പിടിക്കില്ല, സംഗീതം അവർക്ക് ഹറാമാണ്. ആ സംഗീതജ്ഞന്റെ വീട്ടിൽ കയറി ആ വീട് അഗ്നിക്കിരയാക്കി. എത്രയോ എത്രയോ പത്രപ്രവർത്തകരെയാണ് അവർ അവിടെ കൊന്നത്. 5 പത്രപ്രവർത്തകന്മാർ അവിടെ മരിക്കുകയുണ്ടായി. അവിടെ മരിക്കുകയും അതേപോലെ അവിടെ ആക്രമിക്കപ്പെടുകയും ചെയ്ത ആളുകളുടെ പേരുകൾ ഇവിടെ വന്നിട്ടുണ്ട്. മാതൃഭൂമി ചാനലുകാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സംഭവം നടന്ന സമയത്ത് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എഴുതി, ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വസന്തമാണ് പോലും, വസന്തകാലമാണ്
ബംഗ്ലാദേശിൽ വന്നിരിക്കുന്നത് എന്ന് എഡിറ്റോറിയൽ എഴുതിയ മാതൃഭൂമി, ആ മാതൃഭൂമിയുടെ ഓഫീസിന്റെ മുന്നിൽ പോയിട്ട് ആ മാതൃഭൂമി കത്തിക്കുകയാണ് വേണ്ടത്, ആ മാതൃഭൂമി ബഹിഷ്കരിക്കുകയാണ് വേണ്ടത്. എന്ത് വസന്തകാലമാണ് ബംഗ്ലാദേശിൽ വന്നിരിക്കുന്നത്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള പത്രക്കാർ അടിയുണ്ടപ്പോൾ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള പത്രക്കാർ വെട്ടേറ്റ് വീണപ്പോൾ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള പത്രക്കാർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്തത്? എന്താണ് നിങ്ങൾക്ക് അതിന്റെ മറുപടി? ചില പേരുകൾ ഇവിടെ ഉണ്ട്, ആ പേര് നോക്കാതെ പറയാനായിട്ട് സാധ്യമല്ല. ഡെയിലി സ്റ്റാർ ഫോട്ടോഗ്രാഫർ അമ്രാൻ ഹുസൈൻ, കൺട്രി ഡെസ്കിന്റെ ചീഫ് എഡിറ്റർ മൻമൂദ് ഹസൻ ഷാൻഡോ, പ്രഥം അലോലെ എന്ന് പറയുന്ന പത്രത്തിന്റെ മോസിബുർ റഹ്മാൻ, ഏകാദോർ സീനിയർ റിപ്പോർട്ടർ ഹബീബ് റഹ്മാൻ, ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ടർമാർ ജാഹിദുൽ ഇസ്ലാം, നിനൈമുൽ ഇസ്ലാം മിറാസ് രണ്ടുപേർ, ധാക്ക ട്രിബ്യൂണലിന്റെ റിപ്പോർട്ടർ നഹാർ ഷാർഹിൻ, ചാനൽ 24ന്റെ റിപ്പോർട്ടർ ഷമീമ സുൽത്താന, BD ന്യൂസിന്റെ കോം ലേഖകൻ മൻസൂദ് ഹസൻ മസും ബില്ല, ജയ്ഹിന്ദ് ദിൻ റിപ്പോർട്ടർ മോർസലിൻ ജനാദ്, ക്യാമറാമാൻ മുഹമ്മദ് മൊറാദ്, ഇൻഡിപെൻഡന്റ് ടിവിയുടെ മഞ്ജൂർ റഹ്മാൻ, അമർ ന്യൂസിന്റെ റിപ്പോർട്ടർ ദിവാൻ സത്മാൻ തുടങ്ങി ഉള്ള പത്രക്കാര് അവിടെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 5 പത്രപ്രവർത്തകരെ കൊന്നൊടുക്കി, ഒരു സിനിമാ സംവിധായകനെയും മകനെയും കൊന്നൊടുക്കി. ഇത്രമാത്രം ക്രൂരത അരങ്ങേറിയിട്ട് ഒരക്ഷരം ശബ്ദിക്കാത്ത പ്രേമചന്ദ്രനെ പോലെയുള്ളവർ പ്രധാനമന്ത്രി പറഞ്ഞതിന് എതിരായി പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രേമചന്ദ്രൻ അത് പറഞ്ഞതിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഈ കേരളത്തിൽ ഭീകരവാദ പ്രസ്ഥാനത്തിന് തറക്കല്ലിട്ടതിൽ പ്രമുഖനായ ഈ കൊല്ലം ജില്ലക്കാരനായ അബ്ദുൾ നാസർ മദനി കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ വർഷങ്ങളോളം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്ന് ആ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് കോയമ്പത്തൂർ മുതൽ ശംഖുമുഖം കടപ്പുറം വരെ ആനയിച്ച് കൊണ്ടുപോയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ അവിടെ പോയി ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന യോഗത്തിൽ മദനിയുടെ മടിയിലിരുന്ന് മദനിയെ മാറോടണച്ച് കെട്ടിപ്പുണർന്ന പ്രേമചന്ദ്രനിൽ നിന്ന് ഇതിലപ്പുറം നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? മദനിയെ പോലെയുള്ള ആളുകളുടെ മടിത്തട്ടിലിരുന്ന് അവരെ മാറോടണച്ച് നടക്കുന്ന പ്രേമചന്ദ്രനെ പോലെയുള്ള ആളുകൾ അവർ ഈ നാടിന് അപമാനമാണ്, അവർ ഈ നാടിന്റെ ശാപമാണ്. അവർക്ക് MP ആയിരിക്കാൻ ഒരു തരത്തിലുള്ള യോഗ്യതയുമില്ല. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ കൂടി വോട്ട് വാങ്ങിക്കൊണ്ടല്ലേ പ്രേമചന്ദ്രനെ പോലുള്ള ആളുകൾ അധികാരത്തിലേറിയത്? അല്ലാന്ന് പറയാൻ സാധ്യമാണോ? എന്തുകൊണ്ട് അങ്ങനെ അധികാരത്തിലേറിയ, അങ്ങനെ MP ആയ പ്രേമചന്ദ്രനെ പോലൊരാൾ അവിടുത്തെ ഹിന്ദു സമൂഹം, അവിടുത്തെ ബുദ്ധ സമൂഹം, അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം, അവിടുത്തെ ന്യൂനപക്ഷ സമൂഹം പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല. കേരളത്തിലെ പത്രക്കാർക്ക് ഇതൊരു വാർത്തയാണോ? നിങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ വായിച്ചാണ്? ഗുജറാത്തിലെ ശൂലത്തിന്റെ പടം കുറെ കാലം നമ്മളെ കാണിച്ചത് ഇപ്പോഴും ഇടക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതിനെതിരൊക്കെ വലിയ വാർത്തകൾ ചമയ്ക്കുന്ന ഇവിടത്തെ മാധ്യമങ്ങൾ ഈ ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ വസന്തകാലമാണെന്ന് മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതിയല്ലോ. ഇവിടത്തെ ബഹുഭൂരിപക്ഷം വരുന്ന അവിടത്തെ ന്യൂനപക്ഷമായ വിഭാഗത്ത് അവിടെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരു വാക്ക്, ഒന്ന് കണ്ണീരൊഴുക്കാൻ, ആ പേനയൊന്ന് ചലിപ്പിക്കാൻ, തൂലകയൊന്ന് ചലിപ്പിക്കാൻ എന്ത് നിങ്ങൾക്ക് ഒന്നും കഴിയാതെ പോയി? 2500 കിലോമീറ്ററുകൾക്കപ്പുറം കിടക്കുന്ന പാലസ്തീന് വേണ്ടി